ഒരു കൊല്ലം എന്ന് പറയുന്നത് 12 മാസമാണ്. അല്ലാഹു തആല ആകാശഭൂമികൾ സൃഷ്ടിച്ച അന്ന് മുതൽ തന്നെ അങ്ങനെയാണ് എന്ന് റബ്ബ് പറഞ്ഞത്. അതേതെങ്കിലും മനുഷ്യന്മാർ കണക്കാക്കി ഉണ്ടാക്കിയതല്ല, അന്ന് തന്നെ അങ്ങനെയാണെന്നാണ് അല്ലാഹു തആല. എന്നിട്ട് പറയാണ് മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 പ്രത്യേകമായ പവിത്രതയുള്ള യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളാണ്. ദാലികദ്ദീനുൽ ഖയ്യിം, അതാണ് യഥാർത്ഥ സത്യസന്ധമായ ദീൻ. ദാലികദ്ദീനുൽ ഖയ്യിം, അതാണ് ദീനു ഇബ്രാഹിം ഇസ്മായിൽ. ഇബ്രാഹിം നബിയും ഇസ്മായിൽ അലൈഹിസ്സലാമും പഠിപ്പിച്ച ദീനിന്റെ അടിത്തറ അങ്ങനെയാണ് എന്ന് ഖുർആൻ. അങ്ങനെ 12 മാസമാണ്, അതിൽ 4 മാസം യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളാണ്. ഇതിനങ്ങനെ പറഞ്ഞു കൊടുത്താൽ അറിയോ? ഒരു കൊല്ലം 12 മാസമാണെന്ന് അറബിക്ക് ഒരു പണി ഉണ്ടായിരുന്നു. പണ്ട് മുതലേ ഇങ്ങനെ വരിക. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വഴി എങ്ങനെയാണ്? ഒരു കൊല്ലം 12 മാസം, അതിൽ 4 മാസം യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമായിരുന്നു. അതേതൊക്കെയാണ്? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല ഫീ ഖുത്ബത്തി യൗമിൻ നഹർ ഫീ ഹജ്ജത്തുൽ വദാഇ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം ജീവിതത്തിന്റെ സായം സന്ധിയോട് ചേർന്നാണല്ലോ ഹജ്ജ് ചെയ്തത്. ആ ഹജ്ജിനാണ് ഹജ്ജത്തുൽ വദാ എന്ന് പറയാറുള്ളത്. ആ ഹജ്ജിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജ 9 അറഫ വെള്ളിയാഴ്ചയായിരുന്നു. അന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് ലോകപ്രസിദ്ധമായ വിടവാങ്ങൽ പ്രഭാഷണം നടത്തിയത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ കഴിഞ്ഞുള്ള തൊട്ടടുത്ത ദിവസം യൗമുൻ നഹർ, പെരുന്നാളിന്റെ ദിവസം എന്നാണ് നമ്മൾ അതിന് പറയാറുള്ളത്. അത് ശനിയാഴ്ചയായിരുന്നു. ആ ശനിയാഴ്ച പുണ്യ നബി സ്വഹാബികളോട് ഇങ്ങനെ പ്രഭാഷണം നടത്തി. അലാ സ്വഹാബ, നിങ്ങൾ അറിയണം, ഇന്നസ്സമാന ഖദ് ഇസ്തദാറക ഹൈഅതി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. അലാ സ്വഹാബ, നിങ്ങൾ അറിയണം, ഇന്നസ്സമാന, നിശ്ചയമായും കാലം, ഖദ് ഇസ്തദാറ, അത് കറങ്ങി തിരിഞ്ഞു വന്നിരിക്കുന്നു. യൗമ ഖദ് ഇസ്തദാറക ഹൈഅതിഹി, അതെങ്ങനെയാണോ യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, അല്ലാഹു തആല ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് കാലം എങ്ങനെയാണോ അതേപോലെ കാലം കറങ്ങി തിരിഞ്ഞു വന്നിരിക്കുന്നു സ്വഹാബ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ റസൂൽ അങ്ങനെ പറയാൻ കാരണം? അല്ലാഹു തആല ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് തന്നെ കാലം എങ്ങനെയായിരുന്നു അതേപോലെ കാലം കറങ്ങി തിരിഞ്ഞു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടക്കൊക്കെ ചില പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. ഉണ്ട്. എന്തായിരുന്നു? ഖുർആൻ പറഞ്ഞല്ലോ 4 മാസം അല്ലാഹു യുദ്ധം ഹറാമാക്കിയെന്ന്. അതൊന്ന് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, അതേപോലെ റജബ്, ഈ 4 മാസം. 3 മാസം ഒന്നിച്ചാണ്. തലാഥത്തുൻ മുതവാലിയ, 3 മാസം ഒന്നിച്ചാണ്. ദുൽഖഅദും ദുൽഹിജ്ജയും മുഹറമും ഒന്നിച്ചാണ്. അതെന്തിനാ? അറബികൾ ഭയങ്കര യുദ്ധക്കൊതിയന്മാരാണ്. യുദ്ധം കൊടുമ്പിരി കൊള്ളും. ഹജ്ജ് പണ്ടേ ഉണ്ടല്ലോ. ഇപ്പൊ പരിശുദ്ധ മക്കയിലേക്ക് ആളുകൾക്ക് വരാൻ കഴിയില്ല. വരുന്ന വഴിക്ക് യുദ്ധമോ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ വരാൻ അവർക്ക് പേടിയാണ്. അപ്പൊ അല്ലാഹു തആല ഇന്ന് 3 മാസം തുടർച്ചയായും റജബും അല്ലാഹു തആല യുദ്ധം നിഷിദ്ധമാക്കി. യുദ്ധം ചെയ്യാൻ പാടില്ല. അപ്പൊ ആളുകൾ യുദ്ധം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കവേ ദുൽഖഅദ പറഞ്ഞാൽ യുദ്ധം അവസാനിപ്പിക്കൂല. യുദ്ധം തീർന്നാലും ഇല്ലല്ലോ, അവസാനിപ്പിച്ചിട്ട് അവർ വിശ്രമിക്കും. ആളുകൾക്ക് സമാധാനത്തോടെ മക്കയിലേക്ക് കടന്നു വരാം. ഇതായിരുന്നു പഴയ കാലത്തെ നിയമം. ദാലികദ്ദീനുൽ ഖയ്യിം, ഖുർആൻ പറയാം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും ദീൻ എങ്ങനെയാണ് എന്ന് ഖുർആൻ. അതാണ് യഥാർത്ഥമായ ദീൻ എന്ന് വിശുദ്ധ ഖുർആൻ. എന്നാ അറബികൾ എന്ത് ചെയ്തു? കാലക്രമേണ അറബികൾ ഭയങ്കര യുദ്ധക്കൊതിയന്മാരാണ്. പലരും ചെറിയ ചെറിയ കാര്യത്തിന് ഒരൊട്ടകം മറ്റൊരുത്തന്റെ തടാകത്തിൽ നിന്ന് വെള്ളം കുടിച്ചതിന് 40 കൊല്ലം നിരന്തരമായി യുദ്ധം ചെയ്തവരാണ് അറബികൾ. ഭയങ്കര യുദ്ധപ്രേമികളാണ് ഇവർ. ഇവരെന്ത് ചെയ്തു വെച്ചാൽ യുദ്ധം അങ്ങനെ കൊടുമ്പിരി കൊള്ളുന്ന സമയത്താണ് മാസം, ഈ യുദ്ധം ഹറാമായ മാസം വരുന്നതെന്ന് വിചാരിക്കുക. ദുൽഖഅദ കടന്നു വരുന്നു, അല്ലെങ്കിൽ റജബ് കടന്നു വരുന്നു. യുദ്ധം അങ്ങനെ കൊടുമ്പിരി കൊള്ളുന്ന സമയം ഇവർക്ക് ആ യുദ്ധത്തോടുള്ള ഈ താല്പര്യം കൊണ്ട് ഇവർക്ക് നിർത്തിവെക്കാൻ കഴിയില്ല. അപ്പൊ ഇവരെന്ത് പറയുന്നറിയോ? ഈ കൊല്ലത്തെ റജബ് നമ്മളൊരു മാസമായിട്ട് നീട്ടി വെച്ചിട്ടുണ്ട് എന്ന്. ഈ കൊല്ലത്തെ
റജബ് നമ്മൾ ശഅബാനിലാണ് ആചരിക്കാൻ പോകുന്നത്. എന്നിട്ട് യുദ്ധം ചെയ്യും, ജയിക്കണത് വരെ യുദ്ധം ചെയ്യും. എന്നിട്ട് പിന്നെ ഈ റജബിന് പകരം വേറൊരു മാസത്തെ അവർ യുദ്ധം ഹറാമായ മാസമാക്കി കണക്കാക്കും. അപ്പൊ അള്ളാഹു നിശ്ചയിച്ചതിനെ മാറ്റിമറിച്ചവർ ഒന്നുകിൽ അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യുമെന്നറിയും? അല്ലെങ്കിൽ ഇവർ പറയും, ഇപ്പൊ ഇത് നിങ്ങൾ ജമാദുൽ ആഖിറായി തന്നെ ഉഖ്റയായി തന്നെ മനസ്സിലാക്കണം, റജബ് ഞാൻ അടുത്ത മാസമായിട്ട് മനസ്സിലാക്കണം. ഈ കൊല്ലം 12 മാസമല്ല 13 മാസമെന്ന് പറയും. ഈ കൊല്ലം 12 മാസമല്ല 13 മാസമാക്കി നിശ്ചയിച്ചിട്ടുണ്ട്. ഇവർക്കിടയിൽ വേറൊരു പണിയുണ്ടായിരുന്നു. ഇംഗ്ലീഷ് മാസവും അറബി മാസവും തമ്മിൽ എന്ന് പറഞ്ഞാൽ സൂര്യചന്ദ്ര വർഷപ്രകാരമുള്ള വർഷവും ചന്ദ്രന്റെ സഞ്ചാരപ്രകാരമുള്ള വർഷവും തമ്മിൽ 11 ദിവസത്തെ വ്യത്യാസമുണ്ട്. ഇല്ലേ? 11 ദിവസത്തെ വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷ് കലണ്ടറിൽ നോക്കിയാൽ കാണാം സൂര്യന്റെ സഞ്ചാരപ്രകാരമുള്ള വർഷം 365ആണ്. ചന്ദ്രസഞ്ചാര വർഷപ്രകാരം ചന്ദ്രന്റെ സഞ്ചാരപ്രകാരമുള്ള വർഷം 354. 11 ദിവസത്തെ കുറവാണ്. അപ്പൊ ഏകദേശം 34 കൊല്ലമാകുമ്പോ സൂര്യസഞ്ചാര പ്രകാരമുള്ള വർഷം 34 ആണെങ്കിൽ ചന്ദ്രവർഷപ്രകാരം അത് 35 കൊല്ലമായിട്ടുണ്ടാകും. 1 കൊല്ലം അധികമായിരിക്കും. അപ്പൊ ഇവർക്കിതൊരു പ്രയാസമായി. എന്താ പ്രയാസം എന്നറിയങ്ങളെ? ഇവർക്കൊരു പ്രയാസം, ഈ ചന്ദ്രന്റെ സഞ്ചാരപ്രകാരമുള്ള വർഷം ദിവസം കുറവാണല്ലോ. അപ്പൊ ഈ ഹജ്ജ് എന്ന് പറയുന്നത് ചിലപ്പോൾ ശക്തമായ തണുപ്പിലാവും, ചിലപ്പോൾ ഭയങ്കര ചൂടിലാവും, സഹിക്കാൻ കഴിയാത്ത കാലാവസ്ഥയിലാവും, അല്ലെങ്കിൽ നല്ല ബിസിനസ് നാട്ടിൽ പൊടിപൊടിച്ച് നടക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഹജ്ജിന്റെ കാലം വരിക. അപ്പോൾ ഇവരെന്ത് ചെയ്തു വെച്ചാൽ ഇംഗ്ലീഷ് മാസത്തോട് യോജിക്കാൻ വേണ്ടിയിട്ട് അറബി മാസത്തിൽ ഈ 11 ദിവസത്തെ ഇവരെന്ത് ചെയ്തു പറയും? ഇവരിടക്കിടക്ക് ഈ മാസം 32 പറയും, ഇല്ല ഈ മാസം 31 പറയും, ഇല്ല ഈ മാസം 30 പറഞ്ഞിട്ട് ഇവർ അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ തുടങ്ങി. എന്തിന്? സൂര്യസഞ്ചാര പ്രകാരമുള്ള വർഷത്തോട് ചന്ദ്രസഞ്ചാര പ്രകാരമുള്ള വർഷത്തെ യോജിപ്പിക്കാൻ വേണ്ടി. അപ്പം എന്താവും ഇതിൻ്റെ ഗുണം? ഹജ്ജ് എല്ലാ കാലത്തും ഒരേ സമയത്തായിരിക്കും. ഒരു ഒഴിവുള്ള സമയത്ത്, നല്ല കാലാവസ്ഥ ഒക്കെ ഉള്ള സമയത്തായിരിക്കും ഹജ്ജ്. ഇതായിരുന്നു അറബികളുടെ പണിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ പറ്റൂല. ഒരു വർഷമെന്ന് പറയുന്നത് 12 മാസമാണ് ചന്ദ്രസഞ്ചാര പ്രകാരം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇങ്ങനെ അറബികൾ ദിവസങ്ങളും മാസങ്ങളും മാറ്റിമറിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സ്വഹാബ, നമ്മൾ ഈ ഹജ്ജ് ചെയ്യുന്നത് ദുൽഹിജ്ജയിലാണ്. അറിയണം, നിശ്ചയമായും കാലം അല്ലാഹു തആല ഈ ആകാശഭൂമികൾ സൃഷ്ടിച്ച അന്ന് ദുൽഹിജ്ജ എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ ആ കണക്കനുസരിച്ചാണ് ഈ വർഷത്തെ ദുൽഹിജ്ജ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഹജ്ജ് ചെയ്യുന്ന ദുൽഹിജ്ജ ഒറിജിനൽ ദുൽഹിജ്ജയിൽ തന്നെയാണ്. മനസ്സിലായില്ല? അറബിയിൽ കണക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റിച്ചത് കൊണ്ട് പല വർഷവും മാസവും മാറിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ദുൽഹിജ്ജ കണക്കനുസരിച്ച് ദുൽഹിജ്ജയിൽ തന്നെ വന്നിട്ടുണ്ട്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് പറഞ്ഞു, വർഷമെന്ന് പറഞ്ഞാൽ 12 ശഹ്റ, 12 മാസമാണ്. മിൻഹാ 4 ഹുറം, അതിൽ 4 മാസം പ്രത്യേകമായ പവിത്രതയുള്ള മാസങ്ങളാണ്. യുദ്ധം ഹറാമാകപ്പെട്ട മാസമാണ്. 3 മുത്തവാലിയ, 3 തുടരെയാണ്. എന്നാൽ ഏതൊക്കെയാണ് തുടരെയുള്ളത്? ദുൽഖഅദ വദുൽഹിജ്ജ വൽ മുഹറം. 4-മത്തേത് റജബ്, മുളർ ഗോത്രക്കാരുടെ റജബുമാണ്. അല്ലദീ ബൈന ജുമാദ വ ശഅബാൻ, ജുമാദൽ ഉഖറയുടെയും ശഅബാന്റെയും ഇടയിലുള്ള റജബ് മുളർ ഗോത്രക്കാരുടെ റജബാൻ. എന്താ അങ്ങനെ പറയാൻ കാരണം? മുളർ ഗോത്രക്കാട് റജബ് മാസത്തെ വല്ലാതെ ആദരിച്ചിരുന്നവരെയാണ് റജബ് മാസത്തെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഈ 4 മാസവും പ്രത്യേകമായ ബഹുമാനവും ആദരവും അല്ലാഹു തആല നൽകിയ മാസമാണ്. ഖുർആനും അതേ ശൈലിയിലാണ് സംസാരിക്കുന്നത്. ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ 4 ദാലികദ്ദീനുൽ ഖയ്യിം. ഈ 4 മാസവും പ്രത്യേകമായ പവിത്രതയുള്ള മാസമാണ്.
ഏതൊക്കെയാ? അതിൽപ്പെട്ട ഒരു മാസം റജബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആൻ എന്നിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്, അതുകൊണ്ട് ഈ മാസത്തെ നിങ്ങൾ ആദരവോടെ ബഹുമാനത്തോടെ കാണണം. എങ്ങനെ മാസത്തെ ആദരിക്കേണ്ടത്? ഫലിമു ഫീഹിന്ന അൻഫുസകും വഖാതിലുൽ മുശ്രികീന കാഫ കമാ യുഖാതിലൂനകും കാഫ വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും. ഈ 4 മാസവും അല്ലാഹു പവിത്രത കൊടുത്ത മാസമാണ്. അതിൽപ്പെട്ട ഒന്നാണ് റജബ്. ആ റജബിലപ്പം ഉള്ളത് 2ാമത്തെ രാവിലാണ്. ഇനി ശ്രദ്ധിച്ചോളൂ, എന്തൊക്കെ നമ്മളിതിൽ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് ഒക്കെ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ച മാർഗദർശനത്തിലൂടെ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നായി ശ്രദ്ധിച്ചോളൂ, ഒരു സ്വലാത്തല്ലാണ് എല്ലാവരും സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകൂടെ, 2 കൂടി. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم فلا تظلموا فيهن أنفسكم. അതുകൊണ്ട് ഈ മാസങ്ങളിലൊന്നും നിങ്ങൾ ദോഷങ്ങൾ ചെയ്യരുത് എന്ന് ഖുർആൻ. ഈ 4 മാസങ്ങളിലും നിങ്ങൾ ഒരു ദോഷവും ചെയ്യരുതെന്ന്. അപ്പം ഇതിൻ്റെ അർത്ഥം വേറെ മാസങ്ങളിൽ ഇതൊന്നല്ല, ദോഷം ചെയ്യാൻ പാടില്ല, പക്ഷെ ഈ മാസങ്ങളിൽ തീരെ ചെയ്യരുത്. അതുകൊണ്ട് അല്ലാഹു തആല പ്രത്യേകമായ ആദരിച്ച മാസങ്ങളാണ്. അങ്ങനെയല്ലോ, ഹറമിൽ ഒരാൾ ദോഷം ചെയ്യുന്നതും ഹറമല്ലാത്ത സ്ഥലത്ത് ദോഷം ചെയ്യുന്നതും രണ്ടും 2 രീതിയിലാണ്. ഹറം അല്ലാഹു തആല പ്രത്യേകമായി ബഹുമാനിച്ച സ്ഥലമാണ്. ഒരാൾ കളവ് ചെയ്താൽ ആ കളവിന്റെ ശിക്ഷയും, ഹറമല്ലാത്തൊരു സ്ഥലത്ത് വെച്ചൊരാൾ കളവ് ചെയ്താൽ ആ കളവിന്റെ ശിക്ഷയും ഒരേപോലെയല്ല. ഒന്ന് കാഠിന്യം കൂടുതലാണ്. കാരണം അല്ലാഹു തആല പ്രത്യേകം ആദരിച്ച ബഹുമാനിച്ച ഹറം. ഇതേപോലെ ശ്രദ്ധിച്ചോളൂ, നമ്മളെടുത്തൂടെ ഈ ദിവസം നേരമൊക്കെ കഴിഞ്ഞു പോകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? അല്ലാഹു തആല ബോധം തരട്ടെ. അല്ലാഹുവിന്റെ ഖദാഇൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഓരോ ദിവസവും നേരവും അല്ലാഹുവിന് സമർപ്പിക്കപ്പെടേണ്ടതാണ്. റജബിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. എന്താ? നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ ആക്രമിക്കരുത് എന്ന് ഖുർആൻ. അതിന് മഹാന്മാർ കൊടുത്തിരിക്കുന്ന അർത്ഥം എന്താണ്? ഇബ്നു അബീ ഹാത്തിം തങ്ങൾ രേഖപ്പെടുത്തുന്നതിന്റെ അർത്ഥം ഇവിടെ ഫലാ തദ്ലിമൂ, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ ആക്രമിക്കരുത് എന്നാണല്ലോ അല്ലാഹു തആല പറഞ്ഞത്. അതിന്റെ അർത്ഥം അൽ അമലുൽ മാസില്ല, അല്ലാഹുവിനെ ദോഷം ചെയ്യരുത് എന്നാണ്. അല്ലാഹു തആല നിരോധിച്ച കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നാണ്. അതേപോലെ അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങളൊന്നും ഉപേക്ഷിക്കുകയും ചെയ്യരുത് എന്നാണ് ഇതിന്റെ അർത്ഥമെന്ന്. അപ്പൊ ഒരു ദോഷവും ചെയ്യരുത്, അതാണ് റബ്ബിന്റെ ഒരു കൽപ്പന. അപ്പൊ ദോഷം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദോഷം പഠിച്ചോനെ, ഇന്ന് മുതൽ ഞാൻ ആ തെറ്റിൽ നിന്ന് മാറി എന്ന് പറയണം. പലിശ വാങ്ങുന്നവനാണോ പലിശ അവസാനിപ്പിച്ചുവെന്ന് പറയണം. വ്യഭിചാരമെന്ന സ്വഭാവമുള്ളവനാണോ, അല്ലാഹുവേ ഇനിമേൽ ഞാൻ ആ വഴിക്കില്ല റബ്ബേ എന്ന് ദൃഢനിശ്ചയം ചെയ്യണം. കളവ് ചെയ്യുന്നത് സ്വഭാവമാക്കിയവനാണോ, അല്ലാഹുവേ ഞാൻ ഇനി ആ വഴിക്കില്ലേ എന്നവൻ തീർച്ചപ്പെടുത്തണം. അങ്ങനെ ഏതേത് തെറ്റുകളാണെങ്കിലും, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും വഖാതിലുൽ മുശ്രികീന കാഫ കമാ യുഖാതിലൂനകും കാഫ. അത് അല്ലാഹു തആല ആ നിയമത്തിൽ നിന്നൊരു എക്സ്പെൻഷൻ പറഞ്ഞതാണ്. എന്താണ്? നിങ്ങളോട് ഈ മാസങ്ങളിൽ യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. എന്നാൽ നിങ്ങളോട് ആരെങ്കിലും യുദ്ധം ചെയ്യാൻ വന്നാൽ നിങ്ങൾ അവരോട് തിരിച്ചു യുദ്ധം ചെയ്തോളൂ. അത് ഈ മാസത്തിന്റെ പവിത്രതയെ ഹനിക്കലല്ല. എന്നാൽ യുദ്ധം ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം പിന്നീട് അല്ലാഹു തആല എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. വൽ ജുംഹൂറു, മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും അല അന്ന ഹുർമത്തുൽ മുഖാതല, ഈ മാസങ്ങളിൽ യുദ്ധം പാടില്ല എന്ന് പറയുന്ന നിയമം മൻസൂഖ,
അത് അല്ലാഹു തആല എടുത്തു മാറ്റിയിട്ടുണ്ട് എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത്. അപ്പൊ ശ്രദ്ധിക്കണേ, റജബിൽ ഒരു ദോഷവും ചെയ്യരുത് എന്ന് അല്ലാഹു ഒന്ന്. രണ്ടോ, വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, നിങ്ങൾ അറിയണം അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളോട് കൂടെയാണ് അല്ലാഹു ഉള്ളത്. അപ്പൊ രണ്ടാമത്തെ നിർദ്ദേശം തഖ്വ ചെയ്ത് ജീവിക്കണം എന്നാണ്. ദോഷം ചെയ്യരുത്, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കാൻ നിങ്ങൾ തയ്യാറാവണം. റജബാൻ. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? ഇംതിസാലു അവാമിരില്ലാഹി തആല വജ്തിനാബു നവാഹി, അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ അക്ഷരം പ്രതി ജീവിതത്തിൽ പകർത്തുകയും അല്ലാഹു നിരോധിച്ചത് മുഴുവനും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യുക. അതാണ് തഖ്വ. അല്ലെങ്കിലോ തഖ്വക്ക് വേറൊരു വ്യാഖ്യാനമുണ്ട്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുത്തു, സ്വഹാബ, തഖ്വ എന്ന് പറഞ്ഞാൽ തർക്കും മാ ലാ ബിഹി ബഅസുൻ ഹദറൻ മിമ്മാ ബിഹി ബഅസുൻ. തർക്കും മാ, ഒരു കാര്യം ഉപേക്ഷിക്കലാണ്, ലാ ബിഹി ബഅസുൻ, ആ കാര്യം ചെയ്യുന്നത് കൊണ്ട് തകരാറൊന്നുമില്ല, എന്നാൽ ആ കാര്യം ചെയ്യാതിരിക്കുക. അപ്പൊ തെറ്റല്ലാത്തൊരു കാര്യം ഒഴിവാക്കുക. ഹദറൻ മിമ്മാ ബിഹി ബഅസുൻ, ആ കാര്യം ചെയ്യുന്നത് മുഖേന ഒരു തെറ്റിലേക്ക് വന്ന് വീഴുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ആ കാര്യം ചെയ്യാതിരിക്കുക. മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, അല്ലാഹു തആല മഹാനവറുകളുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. മഹാനായ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയ എന്താണ് തഖ്വ എന്നാ ഞാൻ പറഞ്ഞത്, ഒന്നായി ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ഒന്ന്, ഈ പവിത്രമായ മാസങ്ങളിൽ തെറ്റുകൾ ചെയ്യരുത്. എല്ലാവരും തീരുമാനിക്കണം, ഞാനടക്കം എൻ്റെ സദസ്സിലുള്ള എല്ലാവരും, പടച്ചോനെ ഈ സെക്കൻഡ് മുതൽ, ഒരു സെക്കൻഡ് മതി അല്ലാഹു തആല മനുഷ്യനെ കബൂലാക്കാൻ, കൊല്ലങ്ങളും ആഴ്ചകളൊന്നും വേണ്ട. ഒരു സെക്കൻഡ് ഖൽബറിഞ്ഞ് റബ്ബിനോട് പറയാം, അല്ലാഹുവേ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്ത് തമ്മാടിയാണ്, പക്ഷെ ഇന്ന് സെക്കൻഡ് മുതൽ ഞാൻ നന്നാൻ തീരുമാനിച്ചു റബ്ബേ. ഖൽബറിഞ്ഞ് റബ്ബിനോട് പറഞ്ഞാൽ മതി. അത് നിങ്ങൾ ഈ വെളിച്ചത്തിരിക്കുമ്പോഴും പറയാൻ കഴിയും. ഒരാളുടെ ഖൽബും റബ്ബും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്ന് മറ്റൊരാൾക്ക് പറയാൻ കഴിയില്ല. ഒന്നതാണ്. രണ്ടല്ലാഹു പറഞ്ഞത് തഖ്വയിൽ അധിഷ്ഠിതമായി നിങ്ങൾ ജീവിക്കണമെന്ന്. എന്താണ് തഖ്വ? മഹാനായ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ ഞങ്ങളോട് പറഞ്ഞല്ലോ, ഒരു കാര്യം ചെയ്യുന്നതിന് വിരോധമില്ല, എന്നാ അത് മുഖേന ഒരു തെറ്റിലേക്ക് വന്ന് വീഴുമോ എന്ന് ഭയപ്പെട്ട് ഹലാലായ കാര്യം ഉപേക്ഷിക്കലാണ് തഖ്വ. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് വായക്കാട് ദർസ് നടത്തിയിരുന്ന കാലഘട്ടത്തിലാണ് ഉസ്താദിന് രാവിലെ ഉള്ള കഞ്ഞി കൊണ്ടുപോയി കൊടുക്കാറുള്ളത്. മലപ്പുറം ജില്ലയിൽ കഞ്ഞിയുണ്ട്, 10 മണിക്കാണ് കഞ്ഞി കുടിക്കുക, രാവിലെ 7 മണിക്ക് നാസ്തയ്ക്ക്. നിങ്ങൾ ചെയ്യുന്ന മാതിരി കത്തലടക്കലല്ല, നിങ്ങൾ ഈ കത്തലടക്കലാണ്. വയറ് കത്തണം ഒന്ന് അടക്കണമെങ്കിൽ അതിൻ്റെ മുമ്പ് ഒരു മനുഷ്യനൊന്നും കൊടുക്കൂല. കത്തി നല്ലോണം കത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്ന് അടക്കാൻ കൊടുക്കും. മലപ്പുറത്ത് അങ്ങനെയല്ലേ, രാവിലെ തന്നെ നാസ്തയ്ക്ക് 7 പിന്നെ 10 മണിക്ക് 10:30 മണിക്ക് ഒരു കഞ്ഞിയുണ്ട്. ഒരു ഇടക്ക് വേറൊരു ആശ്വാസം കൊടുക്കാനാണ്. ഉസ്താദ് ഈ കഞ്ഞി കൊണ്ടുപോയി കൊടുക്കൽ ഈ ദർസ് നടക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നാണ്. വീട്ടുകാരൻ മരിച്ചുപോയി. മരിച്ചപാട് കണ്ണിയത്ത് ഉസ്താദ് കമ്മിറ്റിക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് കഞ്ഞി കൊണ്ടുവരരുത് എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഈ വീട്ടുകാർക്ക് ഭയങ്കര ടെൻഷനായി. മാസങ്ങളോളം വർഷങ്ങളോളം ഉസ്താദിന് കഞ്ഞി കൊടുത്ത വീടാൻ. വാപ്പ മരിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഇനി കഞ്ഞി കൊണ്ടിരുന്നാണ്. ഭയങ്കര ടെൻഷനാവൂലേ? ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ ഇത്ര വർഷങ്ങളോളം നിങ്ങൾ ഞങ്ങളുടെ കഞ്ഞി കുടിച്ചു. കമ്മിറ്റിക്കാരോട് ഇവർ പറഞ്ഞു, ഉസ്താദ് കഞ്ഞി വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താണ് കാരണം എന്ന് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ഉസ്താദിനോട് പറയണം, ഞങ്ങൾ ഉസ്താദിന് വേണ്ടി പ്രത്യേകമൊന്നും പാകം ചെയ്യാറില്ല, ഞങ്ങൾ പാകം ചെയ്യുന്ന കഞ്ഞിൻ്റെ ഒരു വിഹിതം കൊടുത്തയക്കുന്നതാണ്, അതുകൊണ്ട് അത് നിലനിർത്താൻ പറയണമെന്ന് പറഞ്ഞു. കമ്മിറ്റിക്കാർ കണ്ണിയത്ത് ഉസ്താദിനോട് പറഞ്ഞു, ആ വീട്ടുകാർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് നിങ്ങൾ കഞ്ഞി മുടക്കിയതിൽ, അതുകൊണ്ട് ആ കഞ്ഞി നിലനിർത്തണം എന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, ഞാൻ അവരോട് വിരോധമുള്ളത് കൊണ്ടല്ല കഞ്ഞി വേണ്ട എന്ന് പറഞ്ഞത്. ഞാൻ ഇതുവരെ കുടിച്ചിരിഞ്ഞ കഞ്ഞി ഇന്നലെ ആ വീട്ടുകാരൻ മരിക്കുന്നവരെ ഞാൻ കുടിച്ച കഞ്ഞി ആ വീട്ടുകാരൻ്റെ കഞ്ഞിയാണ്. അയാൾ മരിച്ചുപോയി, ഇനി ആ വീട്ടിൽ നിന്ന് കഞ്ഞി വരുന്നത് അയാളുടെ കഞ്ഞല്ല, അയാളുടെ അനന്തരാവകാശികളുടെ കഞ്ഞിയാണ്.
അയാൾ മരിക്കുന്നതോടുകൂടെ അയാളുടെ സ്വത്തിന്റെ അനന്തരാവകാശികൾ അയാളുടെ ഭാര്യ മക്കളായി തീർന്നിരിക്കുകയാണ്. അതിനും എനിക്ക് വിരോധമുള്ളത് കൊണ്ടല്ല. പക്ഷെ അയാളുടെ മക്കളുടെ കൂട്ടത്തിൽ ഒരു മകനുണ്ട്, അവന് പ്രായപൂർത്തിയായിട്ടില്ല, അവൻ യതീമാണ്. അതുകൊണ്ട് ഇനി ആ വീട്ടിൽ നിന്ന് കഞ്ഞി വന്നാൽ ആ കഞ്ഞിയിൽ പ്രായപൂർത്തിയാകാത്ത ഈ യതീമിന്റെ അവകാശമുണ്ടാകും. അതുകൊണ്ട് കണ്ണിയത്ത് അഹമ്മദ് അവന്റെ വയറ്റിൽ യതീമിന്റെ അംശമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇനി ആ വീട്ടിൽ നിന്ന് കഞ്ഞി വേണ്ട എന്ന് പറഞ്ഞത്. പഠിത്ത് ഞാൻ പഠിപ്പിച്ചൊരു പെൺകുട്ടിയാണ്, കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ച പെൺകുട്ടിയാണ്, വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, ഉസ്താദേ എൻ്റെ ഭർത്താവ് ഇപ്പോൾ അടുത്ത് വരും, എൻ്റെ ഭർത്താവ് വന്നിട്ട് വേണം, ഞാൻ മൊബൈൽ ഒഴിവാക്കാൻ പോവാണ്, എനിക്ക് മൊബൈൽ വേണ്ട. ഞാൻ മൂപ്പരോട് എത്ര ഗൾഫിൽ നിന്ന് പറഞ്ഞിട്ട് മനസ്സിലാവില്ല. എന്നോട് പറഞ്ഞത് പിന്നെ ഞാൻ എങ്ങോട്ടാണ് വിളിക്കാമെന്നൊക്കെ ചോദിക്കണത്. മൂപ്പര് വന്നിട്ട് വേണം, ഇത് ഞാൻ ഒഴിവാക്കണം. ഞാൻ പഠിപ്പിച്ച മോളാണ് എന്നോട് പറയാൻ. എത്ര അനാവശ്യ കോളുകളാണ് ഓരോ ദിവസവും ഇതിലേക്ക് വരുന്നത്. ഞാൻ വഴി പിഴച്ചു പോകുമോ എന്ന് ഞാൻ തന്നെ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് എനിക്ക് നരകം സമ്മാനിക്കുകയാണെങ്കിൽ ഇത് വേണ്ടെന്ന് വെക്കലല്ലേ നല്ലത്. ഒരു കാര്യം അത് ഹലാലാണ്, പക്ഷെ അത് ഹറാമിലേക്ക് ചെന്നു വീഴുമോ എന്ന് ഭയപ്പെട്ട് ഹലാലായ കാര്യം പോലും ഉപേക്ഷിക്കുക. ഇതിന്റെ പേരാണ് തഖ്വ.